ഹായ്, സ്റ്റാർട്ടിങ്ങിലൊരു പാട്ട് പാടാമേ. കുറേ നാളായി. അപ്പോൾ കുറിവിനൊന്നും ചേച്ചി പാട്ടൊന്നും ഇല്ലയോന്ന്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പാട്ടാട്ടോ. വൻ പാപഭാരമല്ല നിൻ കൃപയാൽ നീക്കിയല്ലോ, വൻ പാപഭാരമല്ല നിൻ കൃപയാൽ നീക്കിയല്ലോ, നിന്നിതേനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ, നിന്നിതേനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിന്നിതേനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ദൈവം ഇന്നും ഒരു ദിവസം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേയിലെ വീഡിയോ എല്ലാവരും കണ്ടല്ലേ, എനിക്ക് വന്ന പാഴ്സലൊക്കെ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അയ്യോ പിള്ളേർക്ക് ബേക്കറി ഐറ്റംസ് ഒന്നുമില്ല. ഞാനത് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ എന്താ റീസൺ എന്നുള്ളത്. അവൾക്കത് ആകെ വിഷമമായിട്ടിരിക്കും. അവൾ ബേക്കറി ഐറ്റംസ് ഒരു പാക്കറ്റ് ഇങ്ങനെ ഒരു ബേക്കറി മാത്രം ഒരു സെപ്പറേറ്റ് പൊതിഞ്ഞ് വെച്ചേക്കുമായിരുന്നു. അത് എടുത്ത് വെക്കാൻ മറന്നുപോയി. അവൾക്കതങ്ങ് ആകെ വിഷം. അത് വീഡിയോയിലൂടെ പിള്ളേർ പുളി കണ്ടിട്ട് അലുവ എന്ന് പറയുന്നത് അവൾക്ക് അതുകൂടെ കണ്ടിട്ട് വിഷമമായിപ്പോയി. പിന്നെ വെളിച്ചെണ്ണയും വെക്കാൻ മറന്നുപോയി. അത്രയൊക്കെ അവൾ അയച്ചല്ലോ. ഞാൻ അപ്പോൾ ഓമനാൻറ്റി പറഞ്ഞ ചേച്ചി നാട്ടിൽ ചെല്ലാത്തതുകൊണ്ട് അനിയത്തിയുടെ അനിയൻ്റെയും വക ഗിഫ്റ്റ് കണ്ടെന്നൊക്കെ ഒത്തിരി പേർക്ക് സന്തോഷമായി. അതൊക്കെ കണ്ടതിൽ ചിലർ പറയുന്നു, ചേച്ചി എനിക്കിങ്ങനെ തരാൻ ആരുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനേ ആൾക്കാർ. അത് കേട്ടോടെ എനിക്കും വിഷമം വന്ന്. നമുക്കിപ്പം ചെറുതോ വലുതോ എന്തോ ആവട്ടെ, ആരെങ്കിലും എന്തെങ്കിലും തന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കങ്ങ് മനസ്സിലൊരു സന്തോഷം. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു പാഴ്സൽ അയച്ചായിരുന്നു. അന്ന് എനിക്ക് നല്ല വിഷമമായിരുന്നു. കാരണം പാഴ്സൽ അയച്ചെന്ന് പറഞ്ഞപ്പോഴേ നമുക്കൊരു എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുള്ളൊരിതല്ല, നമ്മുടെ മനസ്സിൽ ഒരാൾ നമുക്ക് എന്തെങ്കിലും തരുന്നു എന്നൊന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. അതൊരു പേനയാവട്ടെ എന്തോ ആവട്ടെ, അതെന്നും നമ്മൾ അതങ്ങ് മനസ്സിൽ ഓർത്തും ഇരിക്കും. അയ്യോ ഇന്നാൾ എനിക്കിത് തന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അവൾ ഇത്രയൊക്കെ അയച്ചു തന്നു. പിന്നെ എന്താണ്ട് പറയണമെന്ന് പറഞ്ഞു വന്നേ. വീഡിയോ എടുത്തപ്പോൾ അങ്ങ് മറന്നുപോയി. എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ ആരോ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു. കപ്പയും കൊണ്ട് വേറൊരു രാജ്യത്തെ അവർ എന്തോ ഉണ്ടാക്കി. എന്തുമായിരുന്നോ കപ്പ, അവരത് നമ്മുടെ കപ്പ പീസാക്കി ബോയിലാക്കിയിട്ട് അത് സ്മാഷ് ചെയ്ത് അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് അവർ അത് പരത്തി പൊറോട്ട പോലെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പിന്നെ ഈ സാലഡ് ഐറ്റംസ് പോലുള്ളതൊക്കെ ഇട്ട് അവർ അത് ഉണ്ടാക്കി കഴിക്കുന്നു. അയ്യോ എന്ത് രസമുണ്ട് കാണാം. അവരില്ല സ്പീഡിൽ കാണിച്ചുകൊണ്ടേ നമുക്കത് ഇതായിട്ട് തോന്നുന്നു. നമ്മൾ അതൊന്നും ചിന്തിക്കാം. നമുക്കെന്തോ പുഴുങ്ങാനറിയാം, പിന്നെ കപ്പ വട പോലെ ഉണ്ടാക്കും, പിന്നെ കപ്പ പുഴുക്കുണ്ടാക്കും, അതൊക്കെയല്ലേ. ഇവരൊക്കെ എല്ലാം ഭയങ്കര സ്മാർട്ടുകാരാണ്. പിന്നെ നാട്ടിൽ ഭയങ്കര മഴയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ന്യൂസിൽ കണ്ട്. തിരുവനന്തപുരം മൊത്തവും ഭയങ്കര മഴയാണ്. നാട്ടിൽ അമ്മയ്ക്കിപ്പോൾ എന്തോന്നോ ഇടിവെട്ടുന്നതാണ് പേടി. ശരിയാ, നാട്ടിൽ ഇടിവെട്ടും മിന്നലും ഒക്കെ ഭയങ്കര പേടിയാണ്, സൂക്ഷിക്കണം. ഒരു ഇടിവെട്ടിയ ഉടനെ പിന്നെ കറണ്ടും പോകും. അതാ എല്ലാവർക്കും പേടി. ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്ന ദിവസമല്ല, ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് സൺഡേ അല്ലേ, മൺഡേ. ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം ഇവിടുത്തെ ഇലക്ഷനാണ്. ദൈവമേ നല്ലൊരു ഗവൺമെൻറ് വരണേ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. കാരണം
ഈ സാധനങ്ങളുടെ വിലയൊന്ന് കുറയണം. മെയിൻ അതാ. നിസ്സാരക്കാരൊക്കെ എങ്ങനെ ജീവിക്കും? എല്ലാം ഇതാണ്ടിപ്പം എൻ്റെ പ്രൈസമ്മോൻ്റെ സ്കൂൾ ഫീസ് കൂടി, ബസ് ഫീസ് കൂടി. കഴിഞ്ഞ വർഷത്തെ കൂട്ടല്ല. നമ്മൾ അടയ്ക്കാനുള്ളത് അടച്ചാലല്ലേ ഒക്കത്തുള്ളൂ. നമ്മൾ ആൾക്കാരുടെ പേയ്മെൻറ്റ് കൂടത്തില്ല. പക്ഷേ ഇതെല്ലാം കൂടുമല്ലേ. അപ്പം നമുക്ക് നല്ലൊരു ഗവൺമെൻറ് കിട്ടണം, സാധനങ്ങളുടെ വില കുറയണം. ഈ അടിയും പിടിയും ബഹളവും ഒന്ന് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയാൽ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം എല്ലാം കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ട് ഈ സ്ത്രീധനത്തെ പറ്റിയുള്ള സ്ത്രീധനം കുറഞ്ഞാൽ കുഴപ്പം. എല്ലാവരും കല്യാണം പെണ്ണ് കാണാൻ വരുമ്പോൾ പറയും ഞങ്ങൾക്കൊന്നും സ്ത്രീധനമായിട്ട് വേണ്ട, നിങ്ങളെന്തോ നിങ്ങളുടെ മോക്ക് കൊടുക്കുന്നോ അതിങ്ങി തന്നാൽ മതി. അതുപോലും ചോദിക്കരുത്. അത് കൊടുക്കുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറഞ്ഞു പോയെന്നും പറഞ്ഞുള്ള പരാതി. അതെല്ലാം പോട്ടെ, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ രാവിലെ ഇനിയും ഇന്നലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണങ്ങിയത് എടുത്ത് അതാ സ്ഥാനത്ത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് കഴുകാനായിട്ടുണ്ട്. അതൊക്കെയാണ് പരിപാടി. പിന്നെ വെള്ളം എടുത്തൊഴിച്ച് വെക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ് അതിന് ശേഷമുള്ള പരിപാടികളാണ്. അവൻ ഡാൻസ് കളിച്ച് ഇടയ്ക്ക് അടുക്കളയിലോട്ടൊക്കെ ഒന്ന് വന്നേ, എന്നിട്ട് അതുപോലെ അങ്ങ് പോയി വന്നിട്ട് അരി കഴുകി അടപ്പത്തിടട്ടെ. ഗീതേച്ച് പറയുന്ന പോലെ ബിജിക്ക് അടുക്കളയിലാണ് സൗന്ദര്യം കൂടുതൽ. കണ്ടില്ലേ ഇവിടെ വെച്ചെടുത്തോണ്ട് എൻ്റെ ലിപ്സിൻ്റെ ഒക്കെ ചുമപ്പ്, എൻ്റെ കർത്താവേ ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല ലൈറ്റിങ്, പക്ഷേ രാത്രിയിൽ ഇവിടെ എടുത്താൽ ഇരുട്ട് പോലെ. ഈ സമയത്തൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. രാവിലെ ബ്രെഡിലൊക്കെ നോക്കിയിട്ട് എന്ത് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ്. വെള്ളമെല്ലാം ക്യാനിലൊക്കെ ഒഴിച്ച് ബോട്ടിലുകളിൽ പിടിച്ചു. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. തുണി കഴുകാനിട്ടു. തീർന്നു, അതിനെ ഒന്ന് വിരിക്കണം. എൻ്റെ ഇത്തിരി കളറ് പോകുന്നത് ഞാനിവിടെ കയ്യിൽ കഴുകാം. പിന്നെ അത് തൂക്കിയിട്ട് ഉണക്കാനൊക്കെ വെള്ളം. ഇപ്പം ഞാൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അകത്തെടുത്ത് അരി ഇട്ടായിരുന്നു. പറഞ്ഞു ഇതങ്ങ് തുറന്ന്. അപ്പം ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കാര്യം പറഞ്ഞ് കുടിക്കുന്ന വെള്ളം അങ്ങ് തുറന്ന് അതിൻ്റെ അകത്ത് ഇട്ട് തന്നെയായിരുന്നു അരി. കാര്യമായിപ്പോയെന്നുള്ളതാണ്. അപ്പോൾ പ്രൈസമ്മോനോട് ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ട്യൂഷൻ വിടുന്നില്ലല്ലേ, അപ്പോൾ നീ മറാഠിയും പിന്നെ ഹിന്ദിയും അവന് ടഫ്. അപ്പോൾ അത് ബുക്കുകളൊക്കെ കൊണ്ടുവന്നല്ല, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഡെയിലി ഓരോ ചാപ്റ്റർ റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പഠിക്കുക. മറാഠിയോ ഹിന്ദിയോ? ഹിന്ദി ഒരു ചാപ്റ്റർ റീഡ്, ഡെയിലി വൺ ചാപ്റ്റർ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഉരുളൻകിഴങ്ങ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ഒരു മസാല പോലെ അങ്ങ് പെരട്ടിയല്ല അങ്ങ് എടുക്കുന്നത്, ഇച്ചിരി ലിക്വിഡായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങും എടുത്ത് സവാള എടുത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് ഉപ്പി പറ്റിക്കുന്നുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അന്നേരം ആ ഉരുളൻകിഴങ്ങ് വെന്ത് ഞാൻ എന്നിട്ട് അതൊരു വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതേ ചീനച്ചട്ടിക്കകത്തങ്ങ് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് തീ അങ്ങ് ഓഫാക്കി കേട്ടോ, കാരണം നല്ല ചൂട് ചീനച്ചട്ടി. അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ചീനച്ചട്ടി ഞാനങ്ങ് ഓഫാക്കിയായിരുന്നെന്ന്. അപ്പോൾ ചീനച്ചട്ടി ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ അവിടെയൊക്കെ കറുത്തൊക്കെ അതിൻ്റെ മഞ്ഞപ്പൊടിയൊക്കെ കിടന്നതിൻ്റെ ആദ്യം നമ്മൾ ഉപ്പി പറ്റിച്ചില്ല അതിൻ്റെ ഇതുണ്ട്. പിന്നെ ഞാൻ ആ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് തീ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറി. അപ്പോൾ ഞാൻ ആ വെന്ത ഉരുളൻകിഴങ്ങ് കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ മെഴുക്ക് പുരട്ടി പോലല്ല എടുക്കുന്നത്, ഇച്ചിരി ലിക്വിഡായിട്ട്. കാരണം ഞാൻ ആദ്യം ഇച്ചിരി കടുവും ഇട്ടായിരുന്നേ, അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കടുവും കൂടി ഇട്ടുണ്ടേ. അപ്പോൾ കൊച്ചവന് ഇത് വേണ്ടാന്ന് പറഞ്ഞു ഉരുളൻകിഴങ്ങ് കണ്ടോണേ. പിന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ ഗരം മസാലയൊക്കെ ഇട്ടുണ്ടേ, പ്രത്യേക ഒരു ടേസ്റ്റ് പോലെ കിട്ടി. അവന് ഈ മെഴുക്ക് പുരട്ടി പോലെ ഇങ്ങനെ ഇരിക്കുമ്പം അത്ര ഇഷ്ടമല്ല. ഇപ്പം ഞാൻ അത് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ചിന്തിച്ച് ഒരു ഇച്ചിരി ഒന്ന്
ഒന്ന് ഇതൊന്ന് ലൂസാക്കാമെന്ന്. സ്വല്പം കൂടി ഉപ്പ് വേണം. അത് അടച്ച് ഇനി നാളത്തേക്കുള്ള അരി വെള്ളത്തിലിടണം. അതിൻ്റെ അകത്ത് അരിയുടെ കൂടി ഇച്ചിരി നമ്മുടെ മണിച്ചോളം കൂടെ ചേർക്കുന്നുണ്ട്, അതായത് മില്ലറ്റ്. അപ്പം ഞങ്ങളുടെ ഈ പൈപ്പ് ഉണ്ടല്ലേ, ശരിക്കും അടച്ചില്ലെങ്കിൽ അത് ഇത്തിരി വെള്ളം ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീണുകൊണ്ടിരിക്കും. ഒരിച്ചിരി നമ്മൾ മൊത്തത്തിൽ അടച്ചിട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് അങ്ങോട്ട്, ചില സമയത്ത് അടയും, ചില സമയത്ത് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ തോരൻ വെക്കുന്നത് പച്ചക്കറി തീർന്നായിരുന്നു. നമ്മുടെ വെള്ള വൻപയർ, നമ്മുടെ ഈ വൻപയറുണ്ടല്ലേ അതുപോലുള്ള വെള്ള കളറിലെ പയർ, അതാണ് തോരൻ വെക്കുന്നത്. അത് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. അത് നേരത്തെ വെള്ളത്തിൽ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഞാൻ പക്ഷേ തലേന്ന് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ രാവിലെ അങ്ങ് എണീക്കുമ്പോൾ അങ്ങ് വെള്ളത്തിൽ ഇട്ടാലും മതിയായിരുന്നു. ഒരു 2 വിസിലടിച്ചെടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഈ ഉരുളൻകിഴങ്ങൊന്ന് ഉടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടേ. ഇച്ചിരി നേരം അവിടെ പോയി ഇരുന്നിട്ട് തലയൊക്കെ തുറത്ത് പോയി എന്നിട്ട് കുളിക്കണം. എൻ്റെ ഫേവറേറ്റ് പൊട്ടറ്റോ. ആശാൻ പിന്നെ അതൊക്കെ പഠിച്ചിട്ട് ഒന്ന് റീഡ് ചെയ്തിട്ട് താഴെ ഇച്ചിരി നേരം ഒന്ന് കളിക്കാൻ പോയായിരുന്നു. പറഞ്ഞാലും എല്ലാവരും എന്നോട് പറഞ്ഞ രാവിലെ വിടല്ലെന്ന്. പറഞ്ഞാൽ കേൾക്കണ്ട, എത്രമാത്രം ഞാൻ പിടിച്ച് വെക്കുന്നത്. അതും ഇവിടെ ഇരുന്നാൽ പിന്നെ ഈ മൊബൈൽ നോക്കിയിരിക്കും. നമ്മൾ വിട്ടില്ലെങ്കിൽ വിടുന്നപ്പോഴേ മമ്മി ഞാൻ പോട്ടെ ഇങ്ങനെ പുറകെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങ് പദം പറഞ്ഞിരിക്കും. അപ്പം ഞാൻ ചെന്നാൽ ഇച്ചിരി ഒന്ന് പോയിട്ട് വരട്ടെന്ന്. വന്ന ഉടനെ ചോദിച്ചാ മണം കൊണ്ട്. ഞാൻ പറഞ്ഞില്ല ഗരം മസാലയുടെയൊക്കെ മണം വന്നെന്ന്. എന്തോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടപ്പെട്ട ഉരുളൻകിഴങ്ങ ഉണ്ടാക്കിയെന്ന്. പിന്നെ ഇച്ചിരി നേരം അവിടെ പോയി ഇരുന്ന് തലയൊക്കെ തോർത്തിയിട്ട് ഞാൻ പറഞ്ഞു പോയി കുളിക്കുന്നു. ഇപ്പം തോരൻ വെക്കാൻ ഞാൻ പറഞ്ഞില്ല 2 വിസിലടിച്ച് ഞാൻ കുക്കറി വെച്ചെന്നത്. എന്നിട്ട് ചീനച്ചട്ടിയിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട് 2-3 എണ്ണം. ഇന്ന് മീനിൻ്റെ തലയെടുത്ത് കറി വെക്കണമെന്ന് പറഞ്ഞിരുന്ന പിന്നെ അങ്ങ് മടിച്ചു. അങ്ങോട്ട് വെച്ചേ എടോ. പിന്നെടുത്ത് ഇന്നലെ കപ്പ വെച്ചാൽ ഞാൻ വിളിച്ച തലക്കറി വെക്കാനേ വിളിക്കുമായിരുന്നു. പിന്നെ ഇവരൊന്നും കൂട്ടത്തിലല്ല. പിന്നെ അവർക്ക് വേണ്ടി ആ ഡ്രസ്സ് മാടാ, ആ ഹാഫ് കൈ എടുത്തിട്. പോൾ എടാ നീ കേക്കുന്നോ? ചൂടല്ലേ, ഹാഫ് കൈ എടുത്തിട്. ഇച്ചിരി മുളക് പൊടിയായിട്ട് യേശു രാജാവിനു സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. രണ്ട് വിസിലടിച്ച് എന്നിട്ടും കണ്ണും തള്ളി കിടക്കുന്നേ ഉള്ളൂ.
വെന്തു, പക്ഷെ തോരനാകുമ്പോൾ ഇച്ചിരി അവിടെ കടേ പോൾ എന്താണ് കൊടാ. അപ്പം ഞാൻ പ്രീസമ്മോനോട് പറഞ്ഞില്ലേ പോയി തലയൊക്കെ തോർത്തിയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ കുളിക്കുന്നു. ഞാൻ പിന്നെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ്റെ അനക്കം ഇല്ലാന്ന് ചെന്ന് നോക്കിയോണ്ട് അയ്യോ കട്ടിലേ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ആളങ്ങ് തളർന്നു പോയി. എന്തോ പറ്റിയോ എന്തോ. പിന്നെ ഒന്നും കഴിച്ചില്ലല്ലേ. പിന്നെ എണീറ്റ് വന്നോണ്ടേ അവിടെ ബ്രെഡും ഈ പീനട്ടോട് ഇരിക്കുന്ന കണ്ടോണ്ട് പറഞ്ഞാൽ അത് താന്ന്. ഞാൻ ചിന്തിച്ച് പിന്നെ കുളിപ്പിച്ചിട്ട് ഉച്ചക്കത്തെ കൊടുക്കാമെന്ന്. അങ്ങനെ ബ്രെഡും പീനട്ട് ബട്ടറൂടെ. എനിക്ക് ഈ ക്രഞ്ചി ടൈപ്പാണ് ഇഷ്ടം. എന്നാണ്ട് ഇതാണ് എനിക്കിഷ്ടം. വേറൊരു കമ്പനിയുടെ വാങ്ങിക്കുമോ, അത് അത്ര കൊള്ളത്തില്ല. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയോടാ, അങ്ങ് ക്ഷീണിച്ചു പോയോ. ഒരു 5 മിനിറ്റ് കിടന്നേ കാണത്തുള്ളൂ, ആളങ്ങ് ഉറങ്ങി. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തി അതോടെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.